വാ കളറുണ്ട സാധനത്തിൻ്റെ കളറുണ്ട. ഹായ് ഗൈസ്, വെൽക്കം ടു ദ റോയൽ ഫുഡ് എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ റവ മാവ് കൊണ്ട് കേസരിയാണ്. എല്ലാവർക്കും അറിയാൻ പറ്റും റവ കൊണ്ട് കേസരി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് അതുണ്ടാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് വേണ്ടി ലൈക്ക് ഷെയർ ചെയ്യാൻ നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ എത്തിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ആദ്യം അടുപ്പ് കത്തിച്ചുകൊണ്ട് തന്നെ തുടങ്ങാം. അപ്പോൾ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലാണ് നമ്മളിന്ന് കേസരി ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി വന്നതിന് ശേഷം നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് ചെറിയ കവർ 2 കവർ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഈ മാവിനെ ഒന്ന് വറുത്തെടുക്കണം. ഇനി ഇതിലോട്ട് ഒരു കവർ 1/2 കവർ റവ, 1/2 കവർ റവ കൂടെ നമുക്ക് ഈ മാവിനെ ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കാം. അതാണ്ട് 1/2 കവർ ആയിട്ടുണ്ട്. ഒരു ചെറിയൊരു ഗോൾഡൻ കളർ ആവുന്നവരേക്ക് നമുക്കിതിനെ ഒന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. കരിയാൻ വിടരുത്. ഉള്ളൊന്ന് കാണിച്ചു കൊടുക്കാം. ഉണ്ടോ, ഇതുപോലെ ആയിരിക്കും ആദ്യം. ഇത് നന്നായിട്ടൊരു ഗോൾഡൻ കളറാവും. ഇതിലോട്ട് അല്പം ഏലക്ക കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം. ചെറിയൊരു ഗോൾഡൻ കളറായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി കുറച്ച് നേരം കൂടെ ഒന്ന് വെന്താൽ മതി. ഇത് അപ്പോൾ ഏതാണ്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ഇതിനെ ഒന്ന് തണുപ്പിക്കാൻ വയ്ക്കാം. അല്ലാന്നുണ്ടെങ്കിൽ മൊത്തം കരിഞ്ഞു പോകും. ഒന്ന് കാണിച്ചു കൊടുത്താണ്. കണ്ടോ, അവിടെ ഇട് അവൾ ആവശ്യത്തിന്. അപ്പോൾ സാധനം ഇതാ വറുത്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനെ ഒരു പാത്രത്തിലൂടെ തട്ടി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഈ പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കേസരിക്ക് വയ്ക്കാം. കേസരി ഉണ്ടാക്കാം. ആദ്യം കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരു 3 ആവശ്യത്തിന് വെള്ളം. ഇത്രയും നിങ്ങൾ എത്രയാണ് എടുക്കുന്നത് അത് വേകാനുള്ള വെള്ളം എടുത്താൽ മതി. ഞാനിത് ഇത്രയും വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ കത്തിക്കാം. അടുത്ത് ഇപ്പോൾ തീ വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് ചേർക്കേണ്ടത് ആദ്യം പഞ്ചസാര. ആദ്യം ഇത് ഫുഡ് കളർ കുറച്ച് ചേർത്ത് കൊടുക്കാം. കേസരിപ്പൊടി നമുക്കിവിടെയൊക്കെ കിട്ടുന്ന സാധനമാണ്. കേസരിപ്പൊടി എന്ന് ചോദിക്കുമ്പോൾ കിട്ടും. ഇതിൻ്റെ റേറ്റ് ആണിത്. ഇത് ഓവറായിട്ട് ചേർക്കണ്ട, കുഴപ്പമൊന്നുമില്ല. ഞാൻ ചെറുതായി കുറച്ച് ചേർക്കുന്നതേ ഉള്ളൂ. ഓക്കെ, ഇത് റെഡ് കളറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഓറഞ്ച് റെഡ് അത്രയും മതിയാവും. ഓവറായിട്ട് ചേർക്കരുത്. ഇപ്പം മാത്രം. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര 1/2 കിലോ പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. 1/2 കിലോ എന്നൊരു 1/4 കിലോയോളം 1/4 കിലോയോളം 250 ഗ്രാം
നമുക്കിനി ഇതിന് അലിയിച്ചെടുക്കാം. അപ്പോൾ അലിഞ്ഞിട്ടുണ്ട്, പഞ്ചസാരയെല്ലാം അലിഞ്ഞിട്ടുണ്ട്. നമുക്കിതിലോട്ട് റവ ചേർത്ത് കൊടുക്കാം. നേരത്തെ വറുത്ത് വെച്ച റവ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ചേർക്കുമ്പോൾ ഒന്ന് കലക്കി കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കട്ട പിടിക്കും. ഓക്കെ, അപ്പോൾ എല്ലാം വീഴുന്നിട്ടുണ്ട്. നന്നായിട്ട് വറുത്ത് കോരിയ സാധനമാണ്. അപ്പോൾ ഇതിന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. ഇത് വേകുന്നത് വരേക്കും ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അടി പിടിക്കും. ഇത് അപ്പോൾ സാധനത കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇനിയാണ് മെയിനായിട്ട് ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കേണ്ടത്. തീ മാക്സിമം കുറച്ച് വെച്ച് വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഇതിലുള്ള തുള്ളികൾ ഇത് തിളച്ച് പൊങ്ങി തെറിക്കും. ഇളക്കൽ നിർത്താൻ പാടില്ല, ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. അത് ചെയ്യുന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒരു മടലിൽ കെട്ടി വെച്ചിട്ട് കിണ്ടോണിത് ചെറ്റത്തി ഇളക്കി ഇളക്കി പണി പണിയിട്ടി പൊന്നു. കുറച്ച് നേരം കൂടെ നിൽക്കാനുണ്ട്, കഴിഞ്ഞാൽ നമുക്ക് ഇറക്കാം. ഒന്ന് സാധനം ഏതാണ്ട് വെന്തിട്ടുണ്ട്, പക്ഷേ ചെറിയൊരു വെള്ളം കുറച്ചുകൂടെ ഒന്ന് ഈർപ്പം മാറാണ്ട്, അതും കൂടെ മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിറക്കാം. ഇതിനെ അര കവർ ചെയ്തപ്പോൾ തന്നെ ഇത്രയും സാധനമാണ്. ഫുൾ കവറൊക്കെ നിങ്ങൾ വീട്ടിൽ അറിയാതെ തട്ടയാണെങ്കിൽ, വീട്ടിലത്തേക്കൊക്കെ ആണെങ്കിൽ ബാക്കിയെടുത്ത് കളയേണ്ടി വരും. വേറെ സ്റ്റോപ്പ്. അപ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്യാണ്. ഓക്കെ, എന്നിട്ട് മറ്റേ പാത്രത്തിൽ മാറ്റാം. ഈ പാത്രത്തിലാണ് നമ്മൾ കുറച്ച് ഒഴിച്ച് വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ആവശ്യത്തിന് നെയ്യോ എണ്ണയോ അല്ലെങ്കിൽ ഒഴിച്ച് വയ്ക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ ഒഴിച്ചെടുക്കാൻ പറ്റത്തില്ല. തിരിച്ചെടുക്കാൻ പറ്റും, പീസ് പീസായിട്ട് കിട്ടും, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഇട്ടിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതിനെ ഇനി അതിലോട്ട് ഒഴിക്കാം. ഓക്കെ, മാറ്റി വെച്ചിട്ട് ഓക്കെ, കളറുണ്ടോ സാധനത്തിൻ്റെ? കളറുണ്ടോ? അപ്പോൾ സാധനത ഒഴിച്ചു വെച്ചിട്ടുണ്ട് നമ്മൾ. ഇനി ഇങ്ങനെ പോയാൽ 5 മിനിറ്റ് ആവും ഇത് തണുക്കാനായിട്ട്. തണുത്തതിന് ശേഷം നമുക്ക് ബാക്കി കാണാം. ഇത് ഇങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല, എന്നാലും ഒരു ഷേപ്പിന് വേണ്ടി ചെറുതായിട്ടൊന്ന് തേച്ച് വിടണമെന്നേ ഉള്ളൂ. ഇങ്ങനെ ചെയ്യണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല, ഞാൻ പിന്നെ ചെയ്യണമെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിത് കാണാം. അപ്പോൾ നമ്മുടെ കേസരി ഇവിടെ തണുത്ത് റെഡി ആയിട്ടിരിപ്പുണ്ട്. ചെറിയ ചൂടിൻ്റെ നല്ല രീതിയിൽ തണുത്തിട്ടുണ്ട്. നമുക്കിതിനെ ഇനി ഈ പ്ലേറ്റിലോട്ട് തട്ടി നോക്കാം. ഓക്കെ, തട്ടിയാൽ മറിഞ്ഞ് വീഴുമെന്ന് അറിയാൻ പാടില്ല, എന്നാലും നോക്കാം. ഓ, തട്ടുന്നതിന് പോയി സാധനം. സെൻറ്ററായി. അപ്പോൾ നമുക്കിനി ഇതിനെ
കട്ട് ചെയ്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുക ഇങ്ങനെ ഉണ്ടെന്ന് അറിയണമല്ലോ. ഓക്കെ, ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കാം അല്ലേ? ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കാം ആദ്യം, ബാക്കി പിന്നെ നോക്കാം. ഒന്നും തണുത്തില്ല കേട്ടോ. എൻ്റെ മഞ്ഞി എടുക്കാൻ പറ്റില്ല. തണുത്തില്ല ഒച്ചൂടെ തണുക്കാണ് സാധനം, അതാണ് ഇങ്ങനെ ലൂസായിട്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് കഴിച്ചു നോക്കാം. ചൂട് മീത ഭാഗം കുറച്ചുകൂടെ തണുക്കാനുണ്ടായിരുന്നു. ഓക്കെ, അതുകൊണ്ടാണ് ചെറിയ ലൂസായിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കാം. സൂപ്പറായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. നോർമൽ നമ്മൾ കേസരി കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഞാൻ ഇതിൽ അണ്ടിപ്പരിപ്പൊന്നും ചേർത്തിട്ടില്ല. അണ്ടിപ്പരിപ്പ് ചേർത്താലും അത്ര ഒരു ഇതുണ്ടാവത്തില്ല, കൊവുന്ന് പോവും അതിൽ കിടന്ന്. ആ വെള്ളത്തിലിടുന്ന് കൊവുന്ന് ഒരുമാതിരിക്കും ടേസ്റ്റ്, അതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. അല്ലാതെ കേസരി കറക്റ്റ് സൂപ്പറായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ ഞാൻ വരും. ഞാൻ നിജു, ഗുഡ് ബൈ. അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ബൈ.